ഹായ് കുട്ടികളെ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഓണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും കേട്ടോ കാണുന്നത്. ഞങ്ങൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാട്ടോ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം ഞാൻ തിരുവോണ ദിവസത്തിൻ്റെ തലേന്ന് കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരുന്നു കിടന്നുറങ്ങിയത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റായി. അപ്പം ഞാൻ ഏട്ടനോട് രാവിലെ തന്നെ പറഞ്ഞു, ഏട്ടൻ ഒരു കാര്യം ചെയ്യും, കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി പറഞ്ഞു. അന്നേരം ഞാൻ അത്ത വിട്ടതിനകത്ത് കുറച്ച് റോസാപ്പൂ എടുത്ത് മാറ്റി ഞാൻ ഏട്ടനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ അത് ഉരുളിയിലേക്ക് അലങ്കരിച്ചിട്ട് സൂപ്പറാക്കി നമ്മൾ വെച്ച് കേട്ടോ. അങ്ങനെ ഞാൻ താണ്ടെ നമ്മുടെ ഗണപതിക്ക് ഒരു ദൃഷ്ടി ഗണപതിയാണ് കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ അതിനൊരു കറുകമാലയൊക്കെ നമ്മൾ ചാർത്തിയിട്ടുണ്ട്. നമ്മുടെ അത്തത്തിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ അത്. അപ്പോൾ എനിക്കറിയാവുന്നൊരു ഡിസൈനൊക്കെ വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കൊള്ളാമെങ്കിൽ. പിന്നെ ചിന്നു കുളിച്ചിട്ട് സുന്ദരിയായി വന്ന് നമ്മുടെ കൃഷ്ണനൊരു തുളസിമാലയൊക്കെ ചാർത്തി അവൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ദോശയും സാമ്പാറും ചമ്മന്തിയും ആണ് ഉണ്ടാക്കിയത്. അമ്പലത്തിൽ പോയതിന് ശേഷം വന്ന് കഴിക്കാമല്ലോ. അതാണ്ട് ഏട്ടനൊക്കെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ്റെ ഓണക്കോടിയാണ് കേട്ടോ അത്, വിഷ്ണുവിൻ്റെ ഓണക്കോടിയാണേ. ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത കേട്ടോ അവന്. പക്ഷേ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് വാങ്ങിയൊരു ഡ്രസ്സാണ് അവൻ ആ ഷർട്ട്. കാരണം അവനത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ താണ്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ എന്തായാലും ദാണ്ടെ ഈ കൃഷ്ണനെ ഇവിടെ തനിച്ചാക്കി ഡോറൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ എന്തായാലും അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ കോയിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വന്നത് കേട്ടോ. നെടുമങ്ങാടൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. എൻ്റെയും തെശുവിൻ്റെയും ഒരു കോമ്പോ ഡ്രസ്സാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വിഷ്ണുവും ചിന്നുവും ഞാനും തെശൂട്ടനും ഏട്ടനും അനന്തുമായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ വന്നത്. എന്തായാലും ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൻ്റെ ചുറ്റിലും കൂടെ ഒന്ന് നടന്നു കേട്ടോ. ഒന്ന് നൈസായിട്ട് നടന്നു, ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താണ്ട വീട്ടിലേക്ക് പോവുകയാണ്. അനന്തു എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ മോനാണ് കേട്ടോ. അവന് ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്നേ കൊല്ലത്ത് പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞാൻ വീട്ടിലെത്തി. ഇനി സദ്യ കഴിക്കേണ്ട തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ ഒരുവിധം എല്ലാ കറികളും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോയതിനു ശേഷമാണ് കേട്ടോ പായസം രണ്ടും ഉണ്ടാക്കിയത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 1 ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായി. അതാണ്ട് പഴമുണ്ട്, ബോളിയുണ്ട്, 2 കൂട്ടം പായസമുണ്ട്, കൂട്ടുകറിയുണ്ട്, ചോറ്, സാമ്പാർ, തോരൻ, പരിപ്പ് കറി, മോരുകറി, പച്ചടി, കിച്ചടി, അവിയൽ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചേച്ചിയും ഇവിടുത്തെ അമ്മുമ്മയും മരിച്ചു പോയായിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരി മരിച്ചിട്ട് 15 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ നമ്മൾ അവരെ ഓർമ്മിച്ച് നമ്മൾ അവർക്ക് വേണ്ടി വെച്ച് വിളമ്പി വെക്കാറുണ്ട് കേട്ടോ 5 മിനിറ്റ്. അതിനുശേഷം നമ്മൾ സദ്യ കഴിക്കാറുള്ളൂ. അപ്പം നമ്മൾ എല്ലാ വിശേഷങ്ങൾക്കും ചെയ്യുന്ന പോലെ തന്നെ ഈ വിശേഷത്തിന് നമ്മൾ ചേച്ചിക്കും അമ്മാമ്മയ്ക്കും വേണ്ടി നമ്മളെല്ലാം വിളമ്പിയൊക്കെ വെക്കുവാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു ആചാരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ എല്ലാ കറികളും അവർക്ക് വിളമ്പി, നമ്മൾ ആദ്യം മരിച്ചവർക്ക് വെച്ച് വിളമ്പി 5 മിനിറ്റ് ശേഷം നമ്മൾ കഴിക്കുള്ളൂ കേട്ടോ. അതങ്ങനെയാണ്. എനിക്ക് എല്ലായിടത്തും അറിയത്തില്ല. ഞങ്ങൾ കൊല്ലത്തും അങ്ങനെയാണ്, ട്രിവാൻഡ്രത്തും അങ്ങനെയാണ്. എനിക്ക് വേറുള്ള ജില്ലയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ വേറുള്ള ജില്ലക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ കേട്ടോ. അങ്ങനെ ഞാൻ ഒരുവിധം കറികളെല്ലാം വിളമ്പി, നമ്മുടെ ഉപ്പേരിയും എല്ലാം വിളമ്പി കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ കൊല്ലത്തെന്ന് വെച്ചാൽ നമുക്ക് സദ്യക്ക് നമ്മൾ പയറ് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. പക്ഷേ ഇവർ വെക്കുന്നത് വേറൊരു പരിപ്പ് പോലത്തെ എന്തോ ഒരു സംഭവമായിട്ടാണ് ഇവർ പരിപ്പ് കറി വെക്കുന്നത്. നമ്മൾ കൊല്ലവും ട്രിവാൻഡ്രവും തമ്മിൽ ആ ഒരു കറികളുടെ ഇതിൽ പക്ഷേ ഈ പരിപ്പ് കറിയിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ കറിയല്ലേ വെക്കുന്നത്. അപ്പം കൊല്ലം ജില്ലയിൽ എന്ന് പറഞ്ഞാൽ പയറ് വെച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അതാണ്ടെ എല്ലാം വെച്ചൊക്കെ വിളമ്പി ഒക്കെ വെച്ചിരിക്കുവാണ് കേട്ടോ. അതിനുശേഷമേ നമ്മൾ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ 2 കൂട്ടം പായസവും എല്ലാം നമ്മൾ വെച്ച് വിളമ്പി വെച്ചിരിക്കണം. അങ്ങനെ ഞാൻ ദക്ഷിന് താണ്ട ഇലയിൽ ദക്ഷിനും അനന്തവനും സദ്യയൊക്കെ വെച്ച് വിളമ്പി കേട്ടോ. അവനങ്ങനെ പപ്പടമൊക്കെ എടുത്ത് സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഒരു മുണ്ടൊക്കെ എടുത്ത് ഇരുത്താമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, മുണ്ടിൽ ഫുൾ അവൻ കറികളാക്കും. പിന്നെ അതെനിക്ക് മെനക്കേടായതുകൊണ്ട് ഞാൻ അവനൊരു നിക്കറും ഒരു ടീഷർട്ടും എടുത്ത് കൊടുത്തു. അതാകുമ്പം അഴുക്കായാലും കുഴപ്പമില്ലല്ലോ. നമുക്ക് മുണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അലക്കി നമ്മുടെ ഊപ്പാട് വരും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്ത കേട്ടോ. അങ്ങനെ നമ്മുടെ പോലീസുകാരൻ എന്തായാലും സദ്യ കഴിക്കുകയാണ് കേട്ടോ. അവന് 3 മണിക്ക് ശേഷം വീണ്ടും ഇനി സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പം ചിന്നുവും ഫുഡ് കഴിക്കുകയാണ്. ഞാനും ഏട്ടനും പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒന്നാമത് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. കാരണം വെളുപ്പിനെ എഴുന്നേറ്റാണല്ലോ സദ്യ എല്ലാം ഉണ്ടാക്കിയത്. അപ്പോഴത്തേക്ക് ദശൂട്ടനാണെങ്കിൽ കഴിക്കുന്നില്ല. പിന്നെ ഞാൻ അവൻ്റെ അടുത്തിരുന്ന് നല്ല രീതിയിൽ സദ്യയൊക്കെ എല്ലാ കറികളും ഒക്കെ കൂട്ടി അവന് ഞാൻ വാരി കൊടുത്തു കേട്ടോ.
അങ്ങനെ പിന്നെ അതിനുശേഷം വിഷ്ണു കണ്ട പായസം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പായസമല്ല നല്ല രീതിയിൽ കഴിച്ച് മത്തടിച്ചിരിക്കുവാണ് കേട്ടോ. നല്ല രീതിയിൽ കടലപ്പായസം അവന് ഏറ്റവും ഫേവറാണ് കേട്ടോ. കടലപ്പായസം എല്ലാം കുടിച്ച് എല്ലാവരും തല കറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനന്ത് പറയാണ് സദ്യ എല്ലാം സൂപ്പറാണെന്ന് കേട്ടോ. അങ്ങനെ ചിന്നുവും പറഞ്ഞു കേട്ടോ അടിപൊളിയാണ്. അവൾ എന്നെ സത്യം പറഞ്ഞാൽ കറി വയ്ക്കാനൊന്നും ഹെൽപ്പ് ചെയ്തില്ല കേട്ടോ. അവൾ ജസ്റ്റ് അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്തോളൂ. അപ്പം ഞാനും ദാണ്ട ഫുഡ് കഴിക്കുന്നു. എന്തായാലും ഇനിയൊരു വീഡിയോ